വെൽക്കം ടു ലാബ് 18 ഫങ്ഷൻസ്. ഇവിടെ എയിം ടു വിഷ്വലൈസ് വൺ ടു വൺ ആൻഡ് ഓൺ ടു ഫങ്ഷൻസ് geometrically. Second, to restrict the domain and codomain of functions so as to make it a bijection. To study the domain of composition of functions. ഇവിടെയുള്ള കൺസെപ്റ്റുകൾ വൺ ടു വൺ ആൻഡ് ഓൺ ടു ഫങ്ഷൻസ്, കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്. അല്ല പ്രൊസീജിയർ ഒന്ന് നോക്കാം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ, എ സ്ലൈഡർ ക്രിയേറ്റിംഗ് പ്ലോട്ട് പോയിന്റ് 0a, ഡ്രോ ദ ലൈൻ ത്രൂ ദ പോയിന്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു y ആക്സിസ്, പ്ലോട്ട് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ലൈൻ വിത്ത് ദ കർവ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് പുതിയൊരു ജിയോജിബ്ര ഇൻ്റർഫേസ് എടുക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ. ഡ്രോ ദ ഗ്രാഫ് ഓഫ് എക്സ് സ്ക്വയർ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ക്രിയേറ്റ് എ സ്ലൈഡർ, ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നു. സ്ലൈഡർ വിത്ത് ഇൻക്രിമെൻറ്റ് 0.01, നമ്പർ സ്ലൈഡറാണ്. ഇൻക്രിമെൻറ്റ് 0.01, നെയിം എ ആയിരിക്കും. 0.01. ദെൻ അടുത്തത് ചെയ്യാനുള്ളത് ഒരു പോയിന്റ് 0a എന്നൊരു പോയിന്റ്, പേര് പറയുന്നില്ല, അപ്പോൾ നമുക്ക് 0a എന്ന് തന്നെ കൊടുത്താൽ മതിയായിരിക്കും. 0a ഒരു പോയിന്റ്, അത് എ ആയിട്ട് തന്നെ വന്നു. ഇനി അടുത്തത് ഡ്രോ എ ലൈൻ ത്രൂ ദ പോയിന്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു y ആക്സിസ്. എയിലൂടെ പോകുന്നതും പെർപെൻഡിക്കുലറുമായ ലൈനാണ് വരയ്ക്കേണ്ടത്. പെർപെൻഡിക്കുലർ ടു y ആക്സിസ് നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. എയിൽ ടച്ച് ചെയ്തിട്ട് എക്സ് ആക്സിസിന് പാരലാക്കിയാലും മതി. ഇപ്പോൾ ഇവിടെ y ആക്സിസിന് പെർപെൻഡിക്കുലറായ ലൈൻ കിട്ടി. കൂടാതെ പ്ലോട്ട് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ലൈൻ വിത്ത് ദ കർവ്. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ കർവും ലൈനും തമ്മിലുള്ള പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ നമ്മുടെ ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ടൂളിൽ ലെഫ്റ്റിൽ നിന്ന് രണ്ടാമത്തേൽ ഇൻ്റർസെക്റ്റ്, കർവിലും അതുപോലെ തന്നെ ലൈനിലും ടച്ച് ചെയ്താൽ നമുക്ക് രണ്ട് പോയിന്റ് കിട്ടി. അടുത്ത പോയിന്റ് ബിയും സിയും ആയിട്ടാവും വരിക. ഇതാണ് ഇവിടെ മാനുവലിൽ പറയുന്നത്. പ്ലോട്ട് ദ പോയിന്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ലൈൻ വിത്ത് ദ കർവ്. ഇനി ഇവിടെ പറയുന്ന ചോദ്യം, if for any value of a the line meets the curve at more than one point, can we say whether the function is 1 1 or on to y? എന്തുകൊണ്ട് ഒന്നിലധികം പോയിന്റിൽ ടച്ച് ചെയ്യുമ്പോൾ 1 1 ആണോ എന്നതാണ് ചോദ്യം. അതിൻ്റെ ആൻസർ നോട്ട് 1 1. ഡിഫറെൻ്റ് എലമെൻറ്റ് ഹാസ് സെയിം ഇമേജ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ -1ൻ്റെ ഇമേജും ബി ആണ്, 1ൻ്റെ ഇമേജും സി എന്ന പോയിൻ്റാണ്. ഡിഫറെൻ്റ് എലമെൻറ്റ് ഹാസ് സെയിം ഇമേജ്, അതുകൊണ്ട് 1 1 അല്ല. അതാണ് അവിടുത്തെ ആൻസർ. ഇനി അതിൻ്റെ ശേഷം പറയുന്നത്, if for all values of a the line meets the curve at least one point, can we say whether the function is on to or not? on to ആണോ അല്ലയോ? ക്ലിയർ, അത് യെസ് ആണ് നമ്മുടെ ആൻസർ. പിന്നെ കൂടാതെ using the above applet, say whether the function f from R to R defined above is 1 to 1 or on to. ഇവിടെ റേഞ്ച് ഈസ് 1 1. ആൻസർ നമുക്കറിയാം, നോ ആണ് ഇവിടുത്തെ ആൻസർ. ഈ കേസിന് നമ്മൾ ആക്ടിവിറ്റി 18.1 ആയിട്ട് സേവ് ചെയ്യുന്നു. ഇത്രയാണ് ഇവിടെ ചെയ്യാനുള്ളത്. ഇനി ഇതിൽ അഡീഷണലായിട്ട് നമുക്ക് വരാനുള്ള കാര്യങ്ങൾ നമുക്ക് ആ മാനുവൽ ഒന്നും കൂടി നോക്കാം. ഇവിടെ തരുന്നത് ഇതാണ്. ഇതേ രീതിയിലുള്ള ഫിഗറാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ജിയോജിബ്രയിൽ. ഇനി അടുത്ത ഭാഗം പറയുന്നത്, വിവിധ ഫംഗ്ഷൻ തന്നിട്ട് അത് 1 1 ആണോ ഓൺ ടു ആണോ അതിൻ്റെ റേഞ്ച് കാണേണ്ട കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആ ഫിഗർ ഒന്ന്, വിവിധ ഫംഗ്ഷൻ ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫംഗ്ഷൻ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ ഇവിടെ എക്സ് സ്ക്വയർ ആണ്, അപ്പോൾ നമുക്ക് ക്യാപ്ഷൻ എഫ് എന്ന് കൊടുക്കാം. എഫ് ലിങ്ക് ചെയ്യണത് എക്സ് സ്ക്വയർ ആയിട്ടാണ്. ഇനി ഇതിൽ നമുക്ക് എക്സ് സ്ക്വയറിന് പകരം എക്സ് സ്ക്വയറിൻ്റെ ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. 1 1 ആണോ എന്ന് ചോദിച്ചാൽ ആൻസർ, ഈ ചോദ്യത്തിനാണ്, ഈ കോളങ്ങൾക്കാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. 1 1 ആണോ ഓൺ ടു ആണോ റേഞ്ച് എന്താണ് എന്നതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 1 1 എന്നുള്ളിടത്ത് നോ, പിന്നെ ഓൺ ടു നോ, റേഞ്ച് 0 ഇൻഫിനിറ്റി തന്നിട്ടുണ്ട്.
ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എക്സ് ക്യൂബ് ഈ ഫംഗ്ഷൻ ഒന്ന് മാറ്റുകയാണ്. എക്സ് ക്യൂബ്. അപ്പോൾ എക്സ് ക്യൂബായ നമുക്ക് ഫംഗ്ഷൻ ഇങ്ങനെ കിട്ടി, ഗ്രീൻ കളർ. എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബാണ്. അപ്പോൾ 1 ആണോ എന്ന് ചോദിച്ചാൽ 1 ആണ്. ഓൺ ടു ആണോ എന്ന് ചോദിച്ചാൽ ഓൺ ടു ആണ്. അതായത് -∞ മുതൽ ഇൻഫിനിറ്റി വരെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ കിട്ടി. റേഞ്ച് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ R ആണ്. ഇനി മോഡ് എക്സിന് പകരം നമുക്ക് അബ്സല്യൂട്ട് എസ്, ABS എക്സ്, അബ്സല്യൂട്ട് വാല്യൂ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ക്ലിയർ ആണ്. അതായത് ഓൺ ടു ആണോ എന്ന് 1 ആണോ എന്ന് ചോദിച്ചാൽ 1 അല്ല. ഓൺ ടു ആണോ എന്ന് ചോദിച്ചാൽ ഓൺ ടു അല്ല. ഇനി റേഞ്ച് എന്ന് ചോദിച്ചാൽ 0 to ഇൻഫിനിറ്റി. ഈ പോസിറ്റീവ് y ആക്സിസിൻ്റെ പോസിറ്റീവ് ഭാഗത്ത് മാത്രമേ കർവ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ദെൻ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ വരുന്നത് x² + 2 ഒന്ന് നോക്കാം. എന്താണ് x² + 2? x² + 2. x² + 2ൻ്റെ കർവ് ഇതും അതെ ക്ലിയർ ആണ്. 1 അല്ല, ഓൺ ടു അല്ല. റേഞ്ച് 0 to ഇൻഫിനിറ്റി എന്നുള്ളതിന് പകരം ഇവിടെ 2 യൂണിറ്റ് അപ്വേർഡ്, 2 to ഇൻഫിനിറ്റി, ക്ലോസ്ഡ് ഇൻ്റർവെൽ ടു ഓപ്പൺ ഇൻ്റർവെൽ ഇൻഫിനിറ്റി. ഇങ്ങനെ നമുക്ക് ഓരോ ഫംഗ്ഷനും മാറ്റി നോക്കാം. ഇനി മറ്റൊന്ന് x² - 4x + 3. അതിൻ്റെ കർവ് അതെ നമുക്ക് ഇതുപോലെ കിട്ടും. ഇതും അതെ 1 അല്ല, പിന്നെ ഓൺ ടു അല്ല. -1 to ഇൻഫിനിറ്റി ആണ് റേഞ്ച്. ക്ലോസ് ഇൻ്റർവൽ -1 ഇൻഫിനിറ്റി. ഇനി അടുത്തതും ഇതുപോലെ നമുക്ക് x³ അടുത്ത ഫംഗ്ഷൻ x³ - 3x² + 3. അതും ഇതേപോലെ നമുക്ക് നോക്കി കണ്ടെത്താവുന്നതേ ഉള്ളൂ. x³ - 3x² + 3. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ 1 അല്ല, ഓൺ ടു ആണ്. ഡൊമൈൻ അല്ല, റേഞ്ചാണ് ചോദിച്ചിരിക്കുന്നത്. റേഞ്ച് ക്യാപിറ്റൽ R ആണ്. കൂടുതൽ പോയിന്റുകളിൽ ടച്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് 1 അല്ല, ഓൺ ടു ആണ്. എല്ലാ എലമെൻറ്റിനും പ്രീ ഇമേജ് ഉണ്ട് എന്നർത്ഥം. ഇനി ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റി ഇതുവരെ എത്തി. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ദ ഫോളോയിങ് ഫങ്ഷൻസ് ആർ ഡിഫൈൻഡ് ഫ്രം എ സബ്സെറ്റ് ഓഫ് ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. സേ വെദർ ദേ ആർ 1 to 1 ഓർ ഓൺ ടു. ഫൈൻഡ് ദ റേഞ്ച്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻ ഒന്ന് നോക്കാം. f of x tan x. f from R - 2n + 1 π/2 n belong to set. tan x ഫംഗ്ഷൻ്റെ ഡൊമൈൻ ഇത് തന്നെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ടു R. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്ന് നോക്കാം. f of x tan x ആണ്. നമുക്കിവിടെ ഫംഗ്ഷൻ മാറ്റാം, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു സിസ്റ്റത്തിൽ എടുക്കാം. നമുക്ക് പുതിയതൊന്നും എടുക്കാം. അപ്പോൾ f of x = tan x. f of x = tan x. പഴയതിൽ തന്നെ നന്നായിരിക്കും, നമുക്ക് എയും ബിയും ഒക്കെ ഉണ്ട്. അപ്പോൾ f of x = tan x എന്ന് കൊടുക്കുകയാണ്, കുറച്ചും കൂടി നന്നായിരിക്കുക. tan x എന്നെഴുതിയാൽ മതിയായിരിക്കും. tan x, f of x tan x. ഇപ്പോൾ tan ഫംഗ്ഷൻ്റെ കർവ് നമുക്ക് കിട്ടി. ഇത് വെരി ക്ലിയർ. ഫംഗ്ഷൻ ഈസ് നോട്ട് 1 എന്നാൽ ഓൺ ടു ആണ്. റേഞ്ച് ക്യാപിറ്റൽ R ആണ്. ഈ ഫംഗ്ഷൻ പ്രകാരം 1 അല്ല, ഓൺ ടു ആണ്, എന്നാൽ റേഞ്ച് ക്യാപിറ്റൽ R ആണ്. ഫിഗർ ആണ് വളരെ ക്ലിയർ ആണ്. -∞ മുതൽ +∞ വരെയാണ്. ദെൻ ഇനി അടുത്തത് f -π/2 to π/2 to R ഡിഫൈൻഡ് ബൈ f of x = tan x. നമുക്ക് ഈ ഫംഗ്ഷൻ ഒന്ന് എഡിറ്റ് ചെയ്യാം. ആ ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും ഒന്ന് എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ഫംഗ്ഷൻ നമുക്കൊന്ന് മാറ്റാം. അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ നമുക്ക് ചെയ്യുന്നത് tan x ഒന്ന് എഡിറ്റ് ചെയ്താൽ മതിയായിരിക്കും. ഈ ഫംഗ്ഷൻ്റെ പേര് g ആയിട്ട് കൊടുക്കാം. നമുക്ക് g ആയിട്ട് കൊടുക്കാം.
ജി ആയിട്ട് കൊടുത്താൽ നമുക്ക് അടുത്തത് എഫ് നമുക്ക് വീണ്ടും എഴുതാവുന്നതേ ഉള്ളൂ. അതായത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇഫ് ഓപ്പൺ ഇൻ്റർവൽ -π/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ π/2 π/2 ബൈ അല്ല π/2 tan x. ഇപ്പോൾ നമുക്ക് tan xൻ്റെ കർവ് കിട്ടി. ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ tan x. നമുക്ക് ആ ഫംഗ്ഷൻ ഒന്നുകൂടി ക്ലിയർ ആണോ നോക്കാൻ ഈ ഓൾജിബ്രൈക്ക് വീൽ നോക്കിയാൽ മതിയായിരിക്കും. അപ്പോൾ ഓൾജിബ്രൈക്ക് വീൽ നോക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി ക്ലിയർ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു tan x -π/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ π/2. ഇതാണ് ഇവിടെ തന്നിട്ടുള്ളത്. -π/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ tan x. ഇപ്പോൾ ഈ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, സൗകര്യത്തിന് വേണ്ടിയിട്ട് ആദ്യമുള്ള ഫംഗ്ഷൻ ജി നമ്മൾ പേരൊന്ന് എഫ് മാറ്റി ജി ആക്കിയതാണ് പഴയത്. അതായിരുന്നു പഴയ എഫ്. അത് വീണ്ടും എഫ് നമുക്ക് കിട്ടില്ല. അപ്പോൾ തന്നിരിക്കുന്ന പോലെ തന്നെ എഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഴയത് നാം ജി ആക്കി മാറ്റിയത്. ഇപ്പോൾ ഈ ഫംഗ്ഷനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് 1 ആണ്. ഒറ്റ പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നുള്ളൂ. ഓൺ ടു ആണ്. റേഞ്ച് ക്യാപിറ്റൽ ആർ ആണ്. അതാണ് ഇപ്പോൾ രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ എഫ്. നമുക്ക് എല്ലാം എഫ് ആക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഫംഗ്ഷൻ വേണമെങ്കിൽ ഒഴിവാക്കാം, ഡിലീറ്റ് ചെയ്യാം, അതും ചെയ്യാം. 0 to infinity to r എഫ് ഓഫ് എക്സ് x² + 1. നമുക്ക് ആ ഫംഗ്ഷൻ ഡിലീറ്റ് ചെയ്യാണ് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഫംഗ്ഷൻ ഡിലീറ്റ് ചെയ്യാം. നമുക്കിനി ആവശ്യം എഫ് ഓഫ് എക്സ് x² + 1. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇഫ് ഫംഗ്ഷൻ വരുന്നത് 0 മുതൽ ഇൻഫിനിറ്റി, അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ആ ഇൻഫിനിറ്റി നമുക്ക് ഈ സൈഡിൽ നിന്ന് ആ വാല്യൂ കണ്ടെത്താം. ഇൻഫിനിറ്റി x² + 1 x² + 1. ഈഫ് കഴിഞ്ഞിട്ട് നമുക്കൊരു ബ്രാക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. ലാസ്റ്റും ഒരു ബ്രാക്കറ്റ്. എൻ്റർ അടിച്ചാൽ നമ്മളെ കർവ് കിട്ടി. ഇനി സൈഡിൽ ഓൾജിബ്രൈക്ക് വി നോക്കാം. എഫ് ഓഫ് എക്സ് x² + 1 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഈ ഫംഗ്ഷനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് x² + 1. ഈ ഫംഗ്ഷൻ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നതാണ് ചോദിക്കുന്നത്. അതായത് ഫംഗ്ഷൻ 0 മുതലായതുകൊണ്ട് 1 ആണ്. എന്നാൽ ഇവിടെയുള്ള കാര്യം, ഇവിടെ നമ്മൾ ഫംഗ്ഷൻ മൂന്നാമത്തെ ഫംഗ്ഷനാണ്. മൂന്നാമത്തെ ഫംഗ്ഷൻ 1 ആണോ എന്ന് ചോദിച്ചാൽ 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. പക്ഷേ 0 മുതൽ ഇൻഫിനിറ്റി വരെയാണെങ്കിൽ കർവ് ഈ 0 മുതൽ 1 വരെയുള്ള ഭാഗത്തിന് ഇമേജ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 1 അല്ല. കൂടാതെ ഓൺ ടു അല്ല. റേഞ്ച് ക്ലിയർ ആണ്. 1 to infinity. ഇതാണ് ആ ചോദ്യത്തെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്തതും ഇതേപോലെ തന്നെ നമുക്ക് വാല്യൂ കണ്ടെത്താം. r-3 to r-1 എഫ് ഓഫ് എക്സ് x² - 2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x - 2 x - 3. അതൊന്ന് നോക്കാം. x - 2 x - 3. നേരത്തെ എഫ് നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്. ഫംഗ്ഷൻ ഒരിക്കൽ കൂടി x - 2 x - 3. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x - 2 x - 3. ഇതേപോലെ ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം കൊടുക്കാൻ. ഓൾജിബ്രൈക്ക് വി ഒന്ന് നോക്കാം. അപ്പോഴാണ് കുറച്ചും കൂടി ക്ലിയർ ആവുക. x - 2 x - 3. ഇവിടെ അത് x - 2 x - 3. ഇത് 1 ആണ്. കൂടാതെ ഓൺ ടു ആണ്.
പിന്നെ കൂടാതെ റേഞ്ച് ഈ ഭാഗത്ത്, അതായത് ഈ ഭാഗത്ത് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ ഡൊമൈനും റേഞ്ചും r-3 r-1. അപ്പോൾ ഡൊമൈനിൽ 3 എന്ന പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതാണ് അവിടെ ശ്രദ്ധിക്കാനുള്ള പ്രധാന കാര്യം. 3 എന്ന പോയിന്റിൽ കർവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ 1 1 ആണ്, 1 2 ആണ്. അങ്ങനെ ഓരോരോ ഫംഗ്ഷനും നമുക്ക് കണ്ടെത്താം ഇതേപോലെ. വാട്ട് ഈസ് ദ പെക്യുലിയാരിറ്റി ഓഫ് ദ റേഞ്ച് ഓഫ് എൻ ഓൺ ടു ഫംഗ്ഷൻ? ഓൺ ടു ഫംഗ്ഷൻ്റെ അതായത് റേഞ്ച് ആൻഡ് കോഡൊമൈൻ ആർ സെയിം. ഓൺ ടു ഫംഗ്ഷൻ്റെ കേസിൽ അതാണ് അവിടുത്തെ പ്രത്യേകത. ഇനി ഇതിൻ്റെ അടുത്ത പാർട്ട് വരുന്നത് ഇതാണ്, അതായത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ്റെ. അതിന് വേണ്ടിയിട്ട് f of x x² + 1 ഈസ് ഇറ്റ് ഓൺ ടു ഓർ 1 1? ഇതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ ഒന്ന് f of x x² + 1 ഒന്ന് നോക്കാം. f of x പഴയ f of x ഡിലീറ്റ് ചെയ്യാണ്. f of x = നമുക്ക് ഈ ബാക്കി കാര്യങ്ങൾ ആവശ്യമില്ല. ബാക്കി കാര്യങ്ങൾ ഇവിടെ ആവശ്യമില്ലാത്തത് കൊണ്ട് എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്. പുതിയൊരു ഇൻ്റർഫേസ് എടുത്ത പോലെ തന്നെ വരുന്നുള്ളൂ. ചെയ്യാനുള്ളത് f of x x² + 1. f of x എന്ന് എഴുതുന്നില്ല, x² + 1. ഇപ്പോൾ നമുക്ക് ഫംഗ്ഷൻ കിട്ടി. f of x x² + 1 എന്ന ഫംഗ്ഷനാണ് ഇവിടെ കിട്ടിയത്. ഈസ് ഇറ്റ് 1 1 ഓർ ഓൺ ടു എന്ന് ചോദിച്ചാൽ ഈ ഫംഗ്ഷൻ 1 1 അല്ല, ഓൺ ടു അല്ല. എന്താണ് ഉത്തരം? 1 1 അല്ല, ഡിഫറെൻ്റ് എലമെൻറ്റിന് സെയിം ഇമേജ് ഉണ്ട്, ഓൺ ടു അല്ല. ഇനി അത് ഓൺ ടു ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നതാണ് ചോദ്യം. അപ്പോൾ ഫംഗ്ഷൻ ഇത് ഈ ഫിഗറിൽ പോലെ 0 to ∞, അതുപോലെ തന്നെ 1 to ∞ ആക്കി മാറ്റിയാൽ അത് ഫംഗ്ഷനാക്കി മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഭാഗം ഒരു ഭാഗം ഒഴിവാക്കിയാൽ മതിയായി, റീഡിഫൈൻ ചെയ്താൽ മതിയായിരിക്കും. അതായത് x ≥ 0 എന്ന് എഡിറ്റ് ചെയ്താൽ മതിയായിരിക്കും. ഇതിൻ്റെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് x > 0. ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഈ ഭാഗം മാത്രമായിട്ട് മാറി. ഇപ്പോൾ 1 1 ആയി. ഇപ്പോൾ ഫംഗ്ഷൻ 1 1 ആയിട്ട് മാറി. ഇപ്പോൾ ഫംഗ്ഷൻ 1 1 ആയിട്ട് മാറി. ഇങ്ങനെയാണ് 1 1 ഓൺ ടു ആയിട്ട് മാറുന്നത്. ഇനി ഇതേപോലെ ഈ ഫംഗ്ഷൻ mod x - 2 അതിൻ്റെ ഡൊമൈനും റേഞ്ചും കണ്ടെത്തുകയാണ് നമ്മുടെ ആവശ്യം. ഇപ്പോൾ mod x - 2 അതിൻ്റെ ഡൊമൈൻ 2 ∞ ആണ്. പിന്നെ അതുപോലെ തന്നെ x - 2 2 ആണെങ്കിൽ 2 ∞, കോഡൊമൈൻ അതുപോലെ തന്നെ 0 ∞ ആണ്. x³ - 3x + 3 ഇതുപോലെ ചെയ്താൽ ഡൊമൈൻ ക്യാപിറ്റൽ R വരും. കോഡൊമൈൻ 3/4 ∞ ചെയ്താൽ കിട്ടും. sin x നമുക്കറിയാവുന്ന വാല്യൂ ആണ്. sin xൻ്റെ ഡൊമൈൻ -π/2 π/2 ആണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ -1 1 ആയിട്ട് വരും. ഇങ്ങനെ നമുക്ക് ഓരോ ഫംഗ്ഷൻ്റെയും ഇതേ രീതിയിൽ കണ്ടെത്താം. അതുപോലെ തന്നെ tan x നമുക്കറിയാം. tan x എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇൻ്റർവൽ -π/2 π/2 ക്യാപിറ്റൽ R. ഇതേ രീതിയിൽ ഓരോ ഫംഗ്ഷനും നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഇനി അടുത്തൊരു കേസ് വരുന്നത് ഇതുപോലെ ഒരു കോമ്പോസിഷൻ ഫംഗ്ഷൻ്റെ കാര്യമാണ്. ആ കോമ്പോസിഷൻ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു f of x ഉം g of x ഉം കൊടുക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയ ഇൻ്റർഫേസ് എടുത്തിട്ട് നമുക്കൊരു f of x എടുത്ത് എഴുതുന്നു. f of x = x², f of x = x². കൂടാതെ അടുത്തത് പറയുന്നത് g of x = sin x ആണ്. g of x sin x. അപ്പോൾ g of x = sin x. g of x = sin x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മളോട് പറയുന്നത് ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഒരു സ്ലൈഡർ നാം ക്രിയേറ്റ് ചെയ്യുന്നു. സ്ലൈഡർ എ ആണ്. ആ സ്ലൈഡർ എ ആണ്. അതിൻ്റെ ഇൻക്രിമെൻറ്റ് 0.01. 0.01 ക്രിയേറ്റ് ചെയ്തു. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. അടുത്തത് പറയുന്നത് എ എന്ന പോയിൻ്റ് പ്ലോട്ട് ചെയ്യണം. a, f of a. അപ്പോൾ ക്യാപിറ്റൽ A = a, f of a. a, f of a. a എന്ന പോയിൻ്റ് പ്ലോട്ട് ചെയ്തു. ഇനി അടുത്തത് പറയുന്നത് ഡ്രോ ദ ലൈൻ പാസിംഗ് ത്രൂ എയിലൂടെ പോകണം പാരലൽ ടു എക്സ് ആക്സിസ്. എയിലൂടെ പോകുന്ന പാരലൽ ടു എക്സ് ആക്സിസ്. എയിലൂടെ പോകുന്നു പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലായ ലൈനായി. എക്സ് ആക്സിസിന് പാരലായ ലൈൻ.
ദെൻ നെക്സ്റ്റ് വരുന്നത് പ്ലോട്ട് ദ പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ ബി വിത്തിൽ ഡ്രോ ദ ലൈൻ y ഈക്വൽ ടു എക്സ്. ഏത് ഓർഡറിൽ ചെയ്താലും കാര്യം കുഴപ്പമില്ല. y ഈക്വൽ ടു എക്സ് എന്ന ലൈൻ ഈക്വൽ ടു എക്സ് എന്ന ലൈൻ പ്ലോട്ട് ചെയ്തു. ഇനി അടുത്തത് പറയുന്നത് പ്ലോട്ട് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ബി വിത്ത് ദ ലൈൻ y ഈക്വൽ ടു എക്സ്. അതായത് ഈ തന്നിരിക്കുന്ന കണ്ടെത്തിയ ലൈനും ബിയും തമ്മിലുള്ള പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആണ് കാണേണ്ടത്. അതായത് ഇപ്പോൾ നാം വരച്ച ഈ ലൈനും ഹൊറിസോണ്ടൽ ലൈനും ബിയും തമ്മിലുള്ള പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ടൂൾ ഉപയോഗിച്ച് y ഈക്വൽ ടു എക്സ് എന്ന ലൈനും ബി ഹൊറിസോണ്ടൽ ലൈനിലും ടച്ച് ചെയ്താൽ നമുക്ക് ബി എന്ന പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടി. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് പാരലൽ ടു y ആക്സിസ്. ബിയിൽ നിന്ന് പാരലൽ ടു y ആക്സിസ് ഒരു ലൈൻ വരയ്ക്കണം. പാരലൽ ടു y ആക്സിസ്, ബിയിലൂടെ പാരലൽ ടു y ആക്സിസ്. അപ്പോൾ ബിയിലൂടെ കിട്ടി. ഇനി അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് പ്ലോട്ട് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ സി വിത്ത് ദ ഗ്രാഫ് ഫംഗ്ഷൻ ജി എന്ന ഫംഗ്ഷനും തമ്മിലുള്ള പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കാണുന്നു. അതായത് വീണ്ടും ഒരു പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, അതായത് ബിയിലൂടെ പോകുന്ന ലൈനും ഈ ജി എന്ന ഫംഗ്ഷനും തമ്മിലുള്ള പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനാണ് സി എന്ന പോയിൻ്റ്. അതും കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഡ്രോ ദ ഫോളോയിങ് ലൈൻസ് ആൻഡ് ടേക്ക് ദർ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഡി. അതായത് പാസിംഗ് ത്രൂ എ ആൻഡ് പാരലൽ ടു y ആക്സിസ്. എയിലൂടെ പോകണം പാരലൽ ടു y ആക്സിസ് ഒരു ലൈൻ. എയിലൂടെ പോകണം പാരലൽ ടു y ആക്സിസ്, പാരലൽ ടു y ആക്സിസ് അടുത്തൊരു ലൈനായി. ദെൻ പാസിംഗ് ത്രൂ C and parallel to x axis, passing through C and parallel to x axis. സിയിലൂടെ പോകണം പാരലൽ ടു എക്സ് ആക്സിസ്. ഇതിൻ്റെ രണ്ടിൻ്റെയും പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനാണ് ഡി ആയിട്ട് വരുന്നത്. ഈ ലൈനും തമ്മിലുള്ള പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഡി. ഇനി അടുത്തത് പറയുന്നത് കംപ്ലീറ്റ് ദ റെക്റ്റാങ്കിൾ എ ബി സി ഡി ആൻഡ് ഹൈഡ് ദ ലൈൻസ്. ഈ ലൈൻ ഹൈഡ് ചെയ്യണം. ഈ ലൈൻ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നാം ചെയ്യുന്നത് ലൈൻ സെഗ്മെൻറ്റ് ടൂൾ ഉപയോഗിച്ച് എ ബി എയിലും ടച്ച് ചെയ്യുന്നു, ബിയിലും ടച്ച് ചെയ്യുന്നു. ദെൻ ബിയിലും സിയിലും ടച്ച് ചെയ്യുന്നു, സിയിലും ഡിയിലും ടച്ച് ചെയ്യുന്നു, ഡിയിലും എയിലും ടച്ച് ചെയ്യുന്നു. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ നാം ചെയ്യുന്നത് ഈ അവസാനം വരുന്ന എം എൻ പി ക്യു, ഇതാണ് നമ്മുടെ ലൈൻ. അപ്പോൾ ബാക്കിയുള്ള ലൈൻ ഒന്ന് ഒഴിവാക്കിയാൽ നമുക്ക് ആ പോയിൻറ്റിന് പകരം ഇപ്പോൾ എൽ ഇത് പോയി. ഇനി അതുപോലെ തന്നെ അടുത്തൊന്ന് ജെ, അപ്പോൾ ആ ലൈനും പോയി. ഇനി നമുക്ക് അടുത്തത് ഇതേപോലെ തന്നെ കെ ഒന്ന് ഒഴിവാക്കിയാൽ അടുത്ത ലൈനും പോയി. ഇനി നമുക്ക് പോകാനുള്ളത് ഇപ്പോൾ എല്ലാ ലൈനും പോയി, മിനിമൈസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഡി എന്ന പോയിൻറ്റിൻ്റെ ഒരു ട്രേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എ എന്ന പോയിൻറ്റിൻ്റെ ഒരു അനിമേഷനും കൊടുക്കുന്നു. ഇപ്പം നമുക്കൊരു കർവ് അവിടെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കർവിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. അതായത് ഇത് വരുന്നത് ആ ഡി എന്ന പോയിൻ്റ് ട്രേസ് ചെയ്യുന്നത് രണ്ട് ഫംഗ്ഷൻ്റെ എഫിൻ്റെയും ജിയുടെയും കോമ്പോസിഷനാണ് എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ള പ്രധാന കാര്യം. അതായത് ഇവിടെ കിട്ടിയിട്ടുള്ളത് എഫ് എന്നുള്ള ഫംഗ്ഷൻ കിട്ടി, ജി എന്ന ഫംഗ്ഷൻ കിട്ടി. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പോസിഷൻ അതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ഇതുപയോഗിച്ച് യൂസിങ് ദിസ് അപ്ലെറ്റ് ട്രേസ് ദ പാത്ത് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. മോഡ് സൈൻ എക്സ് വേണം, സൈൻ മോഡ് എക്സ് വേണം, കോസ് എക്സ് സ്ക്വയർ വേണം, ഇ റേസ് ടു ലോഗ് എക്സ് വേണം. ഈ ഫംഗ്ഷൻ്റെ കാര്യമാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. അപ്പോൾ ഓരോന്നിലും എന്തൊക്കെയാണ് എഫും ജിയും കാണാനുള്ളത് എന്നതാണ് ഇവിടെ നോക്കാനുള്ളത്. അതായത് ജി കോമ്പോസിഷൻ എഫ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ജി എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, എഫ് എന്ന ഫംഗ്ഷൻ ഉണ്ട്. ഈ രണ്ട് ഫംഗ്ഷനും മാറി മാറി കൊടുക്കുമ്പോഴാണ് നമുക്ക് മോഡ് സൈൻ എക്സ്, സൈൻ മോഡ് എക്സ്, ഇ റേസ് ടു ലോഗ് എക്സ് തുടങ്ങിയ ഫംഗ്ഷൻ കിട്ടുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നാം ചെയ്യണത് ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു ഫോർ എഫ് എന്നുള്ളത് ഇവിടെ ലിങ്ക് ചെയ്യേണ്ടത് എക്സ് സ്ക്വയറുമായിട്ടാണ്. അപ്പോൾ എക്സ് സ്ക്വയറിനെ ലിങ്ക് ചെയ്തു. ഇനി അതുപോലെ തന്നെ മറ്റൊന്നും ഇതുപോലെ തന്നെ ഒരു ഇൻപുട്ട് ബോക്സ് ജിക്ക് വേണ്ടിയിട്ട്.
അപ്പോൾ ജി എന്ന് പേര് കൊടുത്തു. ജി ഓഫ് സൈൻ എക്സ് ആണ്. അപ്പോൾ ജിയും കിട്ടി, എഫും കിട്ടി. ഇനി അത് ഏത് രീതിയിൽ കൊടുക്കുമ്പോഴാണ് ഫംഗ്ഷൻ കിട്ടുന്നത് എന്ന് നോക്കണം. നമുക്കാദ്യം കൊടുക്കാനുള്ളത് എഫ് ഓഫ് എക്സ് സൈൻ എക്സ്. എഫ് ഓഫ് എക്സ് ഒന്ന്, സൈൻ എക്സ് ഒന്ന് കൊടുത്തു നോക്കാം. എഫ് ഓഫ് എക്സ് സൈൻ എക്സ്, എഫ് ഓഫ് എക്സ് സൈൻ എക്സ് കൊടുത്തു. ജി ഓഫ് എക്സ് മോഡ് എക്സ് കൊടുത്തു. അബ്സല്യൂട്ട് എ ബി എസ് എക്സ്. ഇപ്പോൾ വരുന്ന മാറ്റം ഒന്ന് നോക്കാം. നമുക്ക് ആ ട്രേസ് കൊടുത്താൽ അറിയാം എന്താണ് സംഭവിക്കുന്ന മാറ്റം. ഇപ്പോൾ കിട്ടിയ ഈ ഫംഗ്ഷൻ മോഡ് സൈൻ എക്സ്. നമുക്കറിയാം സൈൻ എക്സിൻ്റെ പ്രത്യേകത അറിയാം. ഈ പച്ച കളറുള്ളതാണ് സൈൻ എക്സ്. അതിന് മോഡുലസ് കൊടുത്താൽ നെഗറ്റീവ് ഭാഗം ഒഴിവാക്കുന്നു. അപ്പോൾ ഈ കിട്ടിയ എഫ് ഓഫ് എക്സ് സൈൻ എക്സും ജി ഓഫ് എക്സ് മോഡ് എക്സും കൊടുത്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ മോഡ് സൈൻ എക്സ്. അതാണ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. എഫ് ഓഫ് എക്സ് സൈൻ എക്സും ജി ഓഫ് എക്സ് മോഡ് എക്സും കൊടുത്താൽ കിട്ടുന്നതാണ് മോഡ് സൈൻ എക്സ്. എന്നാൽ തിരിച്ച് എഫ് ഓഫ് എക്സ് മോഡുലസ് എക്സും ജി ഓഫ് എക്സ് സൈൻ എക്സും കൊടുത്താലാണ് സൈൻ മോഡ് എക്സ് കിട്ടുന്നത്. അതേപോലെ തന്നെ കോസ് സ്ക്വയർ എക്സ് കിട്ടാൻ എഫ് ഓഫ് എക്സ് കോസ് എക്സും ജി ഓഫ് എക്സ് എക്സ് സ്ക്വയറും കൊടുത്താൽ മതിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇ റേസ് ടു ലോഗ് എക്സും. നമുക്കിതിൻ്റെ കൂടെ സൈൻ മോഡ് എക്സും കൂടി ഒന്ന് കാണാം. അപ്പോൾ ഇവിടെ ആദ്യം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം കണ്ട ഫിഗർ ആയിരുന്നു സൈൻ മോഡ് എക്സ്. പിന്നീട് കിട്ടിയതാണ് മോഡ് സൈൻ എക്സ്. ഇതേ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ലാബിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എഫും ജിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളാണ് ഈ ലാബിൽ പ്രധാനമായിട്ടും ആവശ്യമുള്ളത്. ഇത് എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ജി ഓഫ് എക്സ് കോസ് എക്സ് ഇങ്ങനെ വിവിധ ഫംഗ്ഷൻ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും ചോദിക്കുന്നത്.